നോമ്പാട് തുറന്നാലേ നേരെ അങ്ങോട്ട് പോകും. നാട്ടിലായിരുന്നു എന്നും സ്പെഷ്യലും തപ്പി നടക്കലേനി. ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും നടക്കൂല. അങ്ങനെ ഏതായാലും നമ്മൾ ചോദിച്ചു എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ഉള്ളു ചോദിച്ചു. അപ്പോൾ മൂപ്പരാക്ക പറഞ്ഞ നല്ല നല്ല സ്പെഷ്യൽ ഐറ്റങ്ങളുണ്ട്. എന്തൊക്കെ ചോദിച്ചു? മസാല ചായ ഉണ്ട്, അവിൽമിക്കും ഉണ്ട്. അവിൽമിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുടിച്ചില്ല, പിന്നെ മസാല ചായ ആണ് പിന്നെ ഇവിടുന്ന് കുടിച്ചാലും പോവറ്. അങ്ങനെ ഏതായാലും ഉപ്പിലിട്ട് എന്തെങ്കിലും ഐറ്റം എടുക്കണമെന്ന് വെച്ചാൽ നേരെ കൈതച്ചക്ക എടുത്തിട്ട് നമ്മളെ കൈതച്ചക്കാണല്ലോ നമ്മളെ പണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഇവിടുത്തെ ഒരു അച്ചാറുണ്ട്. മൂപ്പരാക്കൻ്റെ ചിറി കണ്ടാവും ഊൻ്റെ മോനെ പല്ല് 18 കണ്ടെന്ന് പറഞ്ഞ മറ്റേ അവസ്ഥ. അങ്ങനെ ഏതായാലും ഞാൻ കണ്ട് ചായ കണ്ടെടുത്ത് നല്ലതായിട്ട് മസാല ചായ കലക്കിയാണ്, നല്ല കലക്കിയും. മൂപ്പരാക്കൻ്റെ 2 ഇട്ട് ഞാൻ പിന്നെ എന്ത് വിചാരിച്ച് എനിക്ക് ഈ മസാല ചായക്കുള്ള പഞ്ചാര എനിക്ക് തെയ്യൂല നിൽക്കുന്നത് ആദ്യം കേട്ടോ. അങ്ങനെ ഏതായാലും ആദ്യം കൈതച്ചക്ക തള്ളി കയറ്റാന്ന് വിചാരിച്ച് കൈതച്ചക്കാട്ട് കയറ്റി. ഓ എൻ്റെ മക്കളെ, ആ അച്ചാറും കൂട്ടിയാണ് തിന്നുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇവിടുത്തെ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ മാറ്റത്തെ എരും പുള്ളിയുള്ള അച്ചാറല്ല, ഇവിടുത്തെ അച്ചാർ വേറെ റേറ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ എങ്ങനെ പറയാം, പണ്ട് ഈ ചമ്മന്തി കൂട്ടില്ല, ആ ചമ്മന്തിൻ്റെ ടേസ്റ്റിലാണ് നമുക്ക് ഫൈൽ ചെയ്യട്ടോ. അങ്ങനെ സുർക്കമെല്ലാം പിടിച്ചിട്ടില്ല, ഉപ്പ് നല്ലോണം കയറിന് കേട്ടോ. അപ്പം നമ്മളേതായാലും ഉപ്പും കൊട്ടി നല്ലോണം തിന്ന്, പിന്നെ തൊള്ളയിൽ പല്ലേക്കാത്തതുകൊണ്ട് നല്ലോണം ഉപ്പുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും നമ്മൾ സാധനം ഇട്ട് നല്ല മസാല ചായ ഞാൻ പറഞ്ഞു പഞ്ചസാര തയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരാക്ക പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ പഞ്ചസാര ഇവിടെ വെക്കാൻ പറ്റില്ല, ഉള്ളിൽ കയറ്റിക്കേണ്ടി വരും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഏതായാലും ഞാൻ നല്ലോണം കലക്കി, ഞാൻ കലക്കിയിട്ടും എനിക്ക് സംഭവം എന്താ വെച്ചാൽ തെയ്യണില്ല. അങ്ങനെ ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പഞ്ചാര കൊണ്ട് ഓടി എത്തൂലാന്ന്. അങ്ങനെ ഞാൻ ഓൾറെഡി പഞ്ചാരട്ടിൻ്റെ ആളാണല്ലോ, അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, നല്ലോണം വാരി വലിച്ചു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടി. മൂപ്പരാക്ക ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മക്കളെ പഞ്ചാരക്ക് വില കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞമ്മക്കത് പഞ്ചാരല്ലേ, നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ എന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് നമുക്ക് കുടിച്ചുമ്പോൾ കണ്ടതും മക്കതും ഒക്കെ കുടിച്ചേണ്ടാണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും നടക്കൂല. അങ്ങനെ ഏതായാലും സംഭവം പഞ്ചാര കിട്ടപ്പോഴേ ഒരു പഞ്ചാര വെറൈറ്റി ആയി, വല്ലാത്ത ടേസ്റ്റ്. ഈ മസാല ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ചായ നമ്മുടെ നാട്ടിലത്തെ ആ എഫക്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അത് കാരണം ഇവിടെ പൈസയും കൂടും, സാധനം നമുക്ക് ആ ടേസ്റ്റ് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ മറ്റേ അവസ്ഥയാണ്. പക്ഷെ നാട്ടിലാവുമ്പോൾ നമുക്ക് ഏത് സാധനം എപ്പോഴും വേണമെങ്കിൽ ഭാരി വലിച്ച് തിന്നാം. അങ്ങനെ കുറേ നാട്ടിർത്താനൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുടിച്ച് ആവിയൊക്കെ ഇട്ടുണ്ട്. ഓ വാവ്, എന്ത് രസം. അങ്ങനെ ഏതായാലും ഇങ്ങനെയൊക്കെ പോകണ്ടേ ഒന്ന് പോയി നോക്കിട്ടാ.